ഇന്ന് ഞാനും എൻ്റെ നാത്തൂനും റിച്ചുകുട്ടനും കൂടി കൊട്ടാരക്കര വരെ പോവുക. അതിന് അവളെ കാത്തിരിക്കുക കേട്ടോ. അവളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാത്തിരുന്ന് എൻ്റെ റിച്ചുകുട്ടൻ അവിടെ അങ്ങ് കിടന്നു. പിന്നെ ഫൈനലി അവൾ വന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി അവളുടെ ഹസ്ബൻഡിന് മസ്കറ്റിലോട്ട് സാധനം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് റിച്ചുകുട്ടൻ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ ഇട്ടിട്ട് ഞങ്ങൾ കൊട്ടാരക്കര ഒരു സ്ഥലം, അവിടെ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല, അവിടെ ചെന്നു. അപ്പോൾ ആ വീട്ടിലെ ചേട്ടൻ വന്ന് ഞങ്ങളെ വിളിച്ചവരുടെ വീട്ടിൽ കൊണ്ട്, പിന്നെ അവർ ചായയൊക്കെ ഇട്ട് വന്നു. അവിടെ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തു. പിന്നെ റിച്ചുകുട്ടന് കുറേ മുട്ടായിയൊക്കെ കൊടുത്തു. പിന്നെ ആ വീട്ടിലെ കുഞ്ഞു മോളുമായിട്ട് റിച്ചുകുട്ടൻ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് സാധനമൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയിട്ട് ചുമ്മാ കൊട്ടാരക്കര ടൗണൊക്കെ ഒന്ന് കറങ്ങിയിട്ട് എവിടെ പോയാലും തിരിച്ച് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ മുത്തോണൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചില്ല, ഞങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ല. അങ്ങനെ അവിടെ വന്ന് ഞാൻ ഒരു ബൂസ്റ്റും കുടിച്ചു. അവളും റിച്ചുകുട്ടനും ഓരോ കോഫിയും. പിന്നെ അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു പട്ടി നിൽക്കുന്ന കഷ്ടം, അവർ ഞങ്ങളെ തന്നെ നോക്കി നിന്നുകൊണ്ട് ഞങ്ങൾ അവനൊരു ഉള്ളിവട വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.